എത്ര പെട്ടെന്ന് 2 വർഷം പോയെ. കണ്ണടിച്ച് തുറക്കുമ്പോഴത്തേന് 2 വർഷമായ പോലെ. ഇരണ്ടി ഹവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അതിൻ്റെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ലുലുലോട്ട്. അപ്പോൾ അത് അവിടെ മസാജിങ്ങിൻ്റെ സാധനം കാണുന്നു. കുറേ ദിവസം ഉമ്മക്കൊരു മേലും കൈയും വേദനയൊക്കെ. അതുകൊണ്ട് ഉമ്മനെയും പൊന്നിനെയൊക്കെ പിടിച്ച് മസാജിങ് കയറ്റി 4 ആളെയും കൂടി ഞാൻ അങ്ങ് ഹാൻഡിൽ ചെയ്തു. പൊന്നു പേക്കാട്ടിൻ്റെ ചേഷ്ട വേണ്ട, ഇപ്പം കഴിയുന്നൊന്നല്ല, മതി മതി എന്നെ ഇവിടെ നിന്ന് കഴിച്ചിലാക്കുന്നേനു. അങ്ങനെ അതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഫാഷൻ സ്റ്റോറിലേക്കുള്ളൊരു മൽപ്പിടുത്തത്തിലായിരുന്നു. ഇത് വേണോ, ആ കളർ വേണോ, ഏത് കളർ വേണമെന്ന്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കളർ തീരുമാനിച്ച് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് അവസാനം അവിടെ 8 ഡ്രസ്സ് എടുത്തിട്ട് കളർ തീമാക്കിയ പോലെയായിരുന്നു. എന്തായാലും ഇത്തവണ ആദ്യം തന്നെ ഡ്രസ്സ് എടുത്തിട്ട് തീമൊക്കെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചതിനോട് നേരത്തെ തന്നെ പർച്ചേസിങ്ങും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് ഒരു വിധത്തിൽ പിടിപാടായതിനു ശേഷം നേരെ പോയിട്ടുണ്ടായിരുന്ന ഫുഡ് കോർട്ടിലേക്കാണ്. ട്രോളി ആയിട്ട് ബാക്കത്തെ ലിഫ്റ്റ് വഴിയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. നേരെ ഫണ്ടൂറൊക്കെയാണ് എൻട്രി കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഒരു വിധത്തിൽ പിടിപാടായി വന്നപ്പോഴത്തിന് ഇവിടെ ഐസ്ക്രീമും മറ്റേതൊക്കെ ആയിട്ട് കരച്ചിൽ. അങ്ങനെ നമ്മളും വാങ്ങിയൊരു ഐസ്ക്രീമൊക്കെ. അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് തുടങ്ങി കൊടുത്താൽ മതി, ഇവരങ്ങോട്ട് ഒടുങ്ങിക്കോളും. അപ്പോഴത്തേനും മെയിൻ കോഴ്സ് ആയിട്ടുള്ള കിഴിപ്പൊറാട്ടയും അതുപോലെ കൊത്തു പൊറാട്ടയും നല്ല കോഫിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കിഴിപ്പൊറാട്ട ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോഴിമുട്ട അധികപ്പറ്റല്ലേ എന്ന് എനിക്കൊരു സംശയം. എന്തായാലും സംഭവം കൊള്ളാം. നൈസ് ഓർഡർ ചെയ്തില്ല പിസയെന്ന് ലാസ്റ്റ് പീസും കഴിച്ചു. അപ്പം അത്ര